بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കൽബി ടച്ചിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണ്ണലിപിയാൽ എഴുതപ്പെട്ട ഒരു പോരാട്ടമുണ്ട്. വെറും 313 പേർ ആയുധബലവും അംഗബലവുമുള്ള 1000ഓളം വരുന്ന സൈന്യത്തെ നേരിട്ട കഥ. അതെ, വിശ്വാസത്തിൻ്റെ കരുത്തും പ്രവാചകൻ്റെ പ്രാർത്ഥനയും ഒന്നിച്ച ബദർ യുദ്ധം. ആവേശകരമായ ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഹിജ്റ 2-ാം വർഷം റമളാൻ മാസം മദീനയിലെ മുസ്ലിങ്ങൾ വലിയൊരു പരീക്ഷണത്തിലായിരുന്നു. മക്കയിലെ ഖുറൈശികൾ വലിയൊരു വ്യാപാര സംഘവുമായി വരികയാണ്. പക്ഷേ അത് വെറുമൊരു വ്യാപാര സംഘമല്ല, മറിച്ച് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ആയുധങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമായിരുന്നു. ഇത് തടയാൻ മുഹമ്മദ് നബി തൻ്റെ അനുചരന്മാരോട് പുറപ്പെടാൻ കൽപ്പിച്ചു. യാത്ര തുടരുമ്പോൾ സൈന്യത്തിൻ്റെ കയ്യിൽ കാര്യമായ ആയുധങ്ങളില്ല. ആകെ 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രം. പ്രവാചകനും അലി റളിയല്ലാഹുവിനും മറ്റൊരാളും ചേർന്ന് ഒരൊട്ടകത്തെയാണ് പങ്കിട്ടത്. പ്രവാചകൻ നടക്കാൻ തുടങ്ങിയപ്പോൾ അനുചരന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഒട്ടകപ്പുറത്തിരിക്കൂ, ഞങ്ങൾ നടക്കാം. പക്ഷേ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: നിങ്ങളെക്കാൾ കൂടുതൽ നടക്കാൻ എനിക്ക് കരുത്തുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആവശ്യമാണ്. എത്ര വലിയ പാഠമാണല്ലേ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ബദറിലെ മണലാരണ്യങ്ങളിൽ ഇരു സൈന്യങ്ങളും മുഖാമുഖം നിന്നു. ഒരു വശത്ത് 1000ഓളം വരുന്ന സായുധരായ ശത്രുക്കൾ, മറുവശത്ത് വിശപ്പും ദാഹവും അറിഞ്ഞ 313 വിശ്വാസികൾ. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയില്ല. അദ്ദേഹം അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു: അള്ളാഹുവേ, നീ എനിക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റണമേ. ഈ ചെറിയ സംഘം ഇന്ന് നശിക്കപ്പെട്ടാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടാവില്ല. ആ കണ്ണുനീർ അള്ളാഹു ഉത്തരം നൽകി. 1000ഓളം വരുന്ന മലക്കുകളെ അണിനിരത്തിക്കൊണ്ട് അള്ളാഹു ആ കൊച്ചു സംഘത്തെ വിജയിപ്പിച്ചു. യുദ്ധം തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ ഓരോരുത്തരും സിംഹത്തെപ്പോലെ പോരാടി. ശത്രു സൈന്യത്തിൻ്റെ പ്രമുഖരെല്ലാം വീണു. അഹങ്കാരത്തോടെ വന്ന അബൂജഹൽ വരെ മണ്ണിൽ വീണു. ഒടുവിൽ സത്യം വിജയിച്ചു, അസത്യം പരാജയപ്പെട്ടു. വെറും 14 പേർ മാത്രമാണ് അന്ന് മുസ്ലിം പക്ഷത്തു നിന്ന് രക്തസാക്ഷികളായത്. വിജയത്തിന് ശേഷം പ്രവാചകൻ തൻ്റെ മഹത്വം തെളിയിച്ചു. പിടിക്കപ്പെട്ട തടവുകാരോട് അദ്ദേഹം കാണിച്ച കാരുണ്യം ലോകചരിത്രത്തിൽ മറ്റെവിടെയും കാണാൻ കഴിയില്ല. അക്ഷരമറിയുന്ന തടവുകാരോട് 10 കുട്ടികളെ പഠിപ്പിച്ചാൽ മോചനം നൽകാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വാളുകൊണ്ട് നേടിയ വിജയത്തേക്കാൾ അറിവുകൊണ്ട് നേടുന്ന വിജയത്തിനാണ് ഇസ്ലാം മുൻഗണന നൽകുന്നത് എന്ന് അദ്ദേഹം ഇതിലൂടെ കാണിച്ചു തന്നു. ബദർ വെറുമൊരു യുദ്ധമല്ല, അത് പ്രതിസന്ധികളിൽ തളരാതെ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് കാണിച്ചു തരുന്നൊരു പാഠമാണ്. ഇൻഷാ അല്ലാഹ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൊച്ചു വീഡിയോയുമായി ഇനി വരുന്നതാണ്.